വൈറ്റ് പേപ്പറിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ICAന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CSEB PSC ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ പറയുന്നത്. എല്ലാവരും ഇതൊന്ന് ICAന്റെ ക്ലാസ് ഓൾറെഡി ഞാൻ എടുത്തതാണ്. അപ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇതൊന്നും കൂടെ നോക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ നേരത്തെ ക്ലാസ് എടുത്തു തന്നതിനൊരു റിവൈസ് പോലെയും കൂടെ ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Dash is an independent non-governmental organization that unites and represents serves cooperative worldwide. എന്താ പറയുന്നത്? ഇൻഡിപെൻഡന്റ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്ന് കണ്ടാൽ ആരെ കൊടുക്കുക? ICAന് കൊടുക്കുക. നമ്മൾ ICAന്റെ ക്ലാസ് എടുത്തതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അതല്ലേ. ഡാഷ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ദാറ്റ് യുണൈറ്റ്സ് റെപ്രസെന്റ് സെർവ്. യുണൈറ്റ് റെപ്രസെന്റ് സെർവ് എന്നുള്ളതാണ് അതിന്റെ മോട്ടോ എന്ന് പറയുന്നത്. ICAന്റെ മോട്ടോ ആണ് അതല്ലേ. അപ്പം ഇൻഡിപെൻഡന്റ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്ന് കണ്ടാൽ ICAന് കൊടുക്കുക. ഡാഷ് ആക്ട് as the custodian of the cooperative values and principles around the world. എന്താ പറയുന്നത്? കസ്റ്റോഡിയൻ ഓഫ് കോപ്പറേറ്റീവ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. കോപ്പറേറ്റീവ് വാല്യൂസിന്റെയും പ്രിൻസിപ്പിൾസിന്റെയും കസ്റ്റോഡിയൻ എന്നറിയപ്പെടുന്നതും ICA ആണ്. ഓക്കെ, ICA വാസ് ഫൗണ്ടഡ് ഇൻ ലണ്ടൻ. ലണ്ടനിലാണല്ലേ ആദ്യമായിട്ട് വന്നത്. 1895 ഓഗസ്റ്റ് 19 അല്ലേ. ലണ്ടൻ 19th ഓഗസ്റ്റ് 1895 ഇത് വന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തത്, ഫസ്റ്റ് കോപ്പറേറ്റീവ് കോൺഗ്രസ് വാസ് ഹെൽഡ് ഇൻ. ഫസ്റ്റ് കോപ്പറേറ്റീവ് കോൺഗ്രസ് എവിടെ വെച്ചായിരുന്നു ഹെൽഡ് ചെയ്തത്? ലണ്ടനിലല്ലായിരുന്നോ? ലണ്ടനിൽ തന്നെ ICA ഫൗണ്ട് ചെയ്ത ആ വർഷം തന്നെ ലണ്ടനിൽ 19th ഓഗസ്റ്റ് 1895 അല്ലേ. ഇനി ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ICA ഈസ് അറ്റ് ബ്രസൽസ്, ബെൽജിയം ആണ് അല്ലേ. ബ്രസൽസ്, ബെൽജിയം. നമ്മൾ പഠിച്ചു ആദ്യം ICA വന്ന ടൈമിൽ എന്ന് വെച്ചാൽ 19th ഓഗസ്റ്റ് 1895 ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലണ്ടനിലായിരുന്നു. പിന്നെ അത് ജനീവയിലേക്ക് മാറി. പിന്നെ അത് എങ്ങോട്ട് മാറി? ബ്രസൽസിലേക്ക് മാറി അല്ലേ. ഓക്കെ, 1982 ജനീവയിലേക്ക് മാറിയ. പിന്നെ 2013 ബ്രസൽസിലേക്ക് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മാറി. ഓക്കെ, ഇനി അടുത്തത്, ഡാഷ് കോപ്പറേറ്റീവ് കോൺഗ്രസ് ഗേവ് ഷേപ്പ് ടു ദ ICA. ഏത് കോപ്പറേറ്റീവ് കോൺഗ്രസ് ആണ് ICAക്ക് ഒരു ഷേപ്പ് കൊടുത്തതെന്നാണ് പറയുന്നത്? ലണ്ടൻ ആട്ടോ. ലണ്ടൻ കോപ്പറേറ്റീവ് കോൺഗ്രസ് ആണ് ICAക്ക് ഒരു ഷേപ്പ് കൊടുത്തത്. ഓക്കെ അല്ലേ. ഇത്ര സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ച ക്ലാസ്സിൽ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഒന്നും കൂടെ റിവൈസ് ചെയ്യുന്നത്. ഇനി സുപ്രീം അതോറിറ്റി ഓഫ് ICA ഈസ്. ICAന്റെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? ജനറൽ അസംബ്ലി ആണ് അല്ലേ. ജനറൽ അസംബ്ലി ഈസ് ദ സുപ്രീം അതോറിറ്റി ഓഫ് ICA. ദ മാക്സിമം റെപ്രസെന്റേറ്റീവ് ഫ്രം എ കൺട്രി ഈസ് ലിമിറ്റഡ് ടു. ഒരു കൺട്രിയിൽ നിന്ന് എത്ര ആൾക്കാരാ പറ്റുക റെപ്രസെന്റേറ്റീവുമാരായിട്ട്? 25 പേരാണ് കേട്ടോ. 25 പേരാണ് ഒരു കൺട്രിയിൽ നിന്ന് റെപ്രസെന്റേറ്റീവുമാരായിട്ട് മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റുന്നത്. ഡാഷ് ഈസ് ദ ഒഫീഷ്യൽ ജേണൽ ഓഫ് ICA. ICAന്റെ ഒഫീഷ്യൽ ജേണൽ ഏതാണ്? റിവ്യൂ ഓഫ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ്സ്. റിവ്യൂ ഓഫ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ്സ് എന്നുള്ളതാണ് ICAന്റെ ഒഫീഷ്യൽ ജേണൽ. The first meeting to think about an international body for cooperative sector was held at ഇതും സെയിം ക്വസ്റ്റ്യൻ ആണ്. കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്ന വർഷം ഏതാണെന്ന് ചോദിക്കുന്നില്ല. ഫസ്റ്റത്തെ മീറ്റിംഗ് കോപ്പറേറ്റീവ് ആയിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് ലണ്ടനിലെ 1892 തന്നെയാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ICA കോൺഗ്രസ് ഹെൽഡ് അറ്റ്. ICA കോൺഗ്രസ് എവിടെ നടന്നതെന്ന് നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ലണ്ടൻ. ആ ക്വസ്റ്റ്യൻ ഏത് തരത്തിൽ വേണേലും വരാം. അപ്പം നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഡാഷ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഓർഗനൈസേഷൻ ഇൻ ദ വേൾഡ് വിച്ച് ഹാവ് മോർ മെമ്പർ നാഷൻസ്. സെക്കൻഡ് ലാർജസ്റ്റ് ഓർഗനൈസേഷൻ ഇൻ ദ വേൾഡ് എന്ന് കണ്ടാൽ ആരെ കൊടുക്കണം? ICAന് കൊടുക്കണം. ഫസ്റ്റ് ആയിരുന്നെങ്കിലോ UN ആണ് അല്ലെ. സെക്കൻഡ് ലാർജസ്റ്റ് ഓർഗനൈസേഷൻ ഇൻ ദ വേൾഡ് വിച്ച് ഹാവ് മോർ മെമ്പർ നാഷൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇനി അടുത്ത, ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ഓഫ് ICA. ICAന്റെ ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ആയിട്ട് അറിയപ്പെടുന്നത് ആര്? നമ്മൾ പഠിച്ചതാണ് ഡെയിൻ പോളിൻ ഗ്രീൻ. ഡെയിൻ പോളിൻ ഗ്രീൻ എന്ന് പറഞ്ഞ ആളാണ് ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ഓഫ് ICA. ഇനി ഫസ്റ്റ് സെക്രട്ടറി ഓഫ് ICA. സെക്രട്ടറി ആരായിരുന്നു?
നമ്മൾ പറഞ്ഞ ഒരു ഗ്രീനറിക്ക് ഉള്ള ആളാണ്. നമ്മൾ എക്സാമ്പിൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഓർത്ത് വെച്ചിരുന്നത് അല്ലേ. എഡ്വേർഡ് ഓവൻ ഗ്രീനിങ് ആണ് ഫസ്റ്റ് സെക്രട്ടറി ഓഫ് ICA എന്നറിയപ്പെടുന്നത്. ഇനി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ICAന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്? ഏൾ ഗ്രേ. രണ്ട് പേരുണ്ടല്ലേ, ഏൾ ഗ്രേ ആൻഡ് ഹെൻറി വില്യം വോൾഫ്. എന്ന് പറഞ്ഞ രണ്ട് പേരാണല്ലോ കേട്ടോ. ഇനി ഫസ്റ്റ് ICA എക്സിക്യൂട്ടീവ് മെമ്പർ ഫ്രം ഇന്ത്യയിൽ നിന്നുള്ള ICA എക്സിക്യൂട്ടീവ് മെമ്പർ ആദ്യത്തെ രാംദാസ് പാണ്ഡലു ആണ് ഫസ്റ്റ് ICA എക്സിക്യൂട്ടീവ് മെമ്പർ ഫ്രം ഇന്ത്യ. ഓക്കെ. കോപ്പറേറ്റീവ് ഐഡന്റിറ്റി റിലേറ്റ്സ് ടു ഡാഷ്. കോപ്പറേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്ന ICA ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേമാണ്. ഓക്കെ. ഇനി CMAS ഈസ് അസോസിയേറ്റഡ് വിത്ത്. CMAS എന്ന് പറഞ്ഞാൽ എന്താ? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് അഡ്വൈസറി സർവീസസ്. എഡ്യൂക്കേഷൻ ആൻഡ് മെറ്റീരിയൽ അഡ്വൈസറി സർവീസസ് കേട്ടോ. അപ്പം CMAS എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? അസോസിയേറ്റഡ് ആണ്. ICA ആയിട്ട് അസോസിയേറ്റഡ് ആണ്. ഏത് ടൈം? CMAS കേട്ടോ. ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ഡെയിം ബോളിംഗ് ഗ്രീന്, ഫസ്റ്റ് സെക്രട്ടറി എഡ്വേർഡ് ഓവൻ ഗ്രീനിങ്, ഫസ്റ്റ് പ്രസിഡന്റ് ഏൾ ഗ്രേ ആൻഡ് ഹെൻറി വില്യം വോൾഫ്. ഓക്കെ. ICA എക്സിക്യൂട്ടീവ് മെമ്പറോ ഫസ്റ്റത്തെ രാംദാസ് പാണ്ഡലു. ഇന്ത്യയിൽ നിന്നുള്ള ആളാട്ടോ അദ്ദേഹം. ഇനി ഈ ഡൈജസ്റ്റ് ഓഫ് ICA, ഈ ഡൈജസ്റ്റ് എന്നറിയപ്പെടുന്നത് ICAന്റെ എന്താണ്? കോപ്പറേറ്റീവ് ഇൻസൈഡർ ആണ്. കോപ്പറേറ്റീവ് ഇൻസൈഡർ ഈസ് ദ ഈ ഡൈജസ്റ്റ് ഓഫ് ICA. ഓക്കെ. ഇനി ഡാഷ് ഈസ് ദ വേൾഡ്സ് ഫസ്റ്റ് ബിഗ്ഗസ്റ്റ് ഡാറ്റ പ്രൊജക്ട് റിലേറ്റിംഗ് ടു കോപ്പറേഷൻ. കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ബിഗ്ഗസ്റ്റ് ഡാറ്റ പ്രൊജക്ട്, ലോകത്തിലെ ഫസ്റ്റത്തെ ബിഗ്ഗസ്റ്റ് ഡാറ്റ പ്രൊജക്ട് എന്താണ്? വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ ആട്ടോ. വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ ഈസ് ദ വേൾഡ്സ് ഫസ്റ്റ് ബിഗ്ഗസ്റ്റ് ഡാറ്റ പ്രൊജക്ട് റിലേറ്റിംഗ് ടു കോപ്പറേഷൻ. കോപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിഗ്ഗസ്റ്റ് ഡാറ്റ പ്രൊജക്റ്റ് ആണ് വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ. മോണിറ്റർ എന്ന് കാണുമ്പോൾ എന്തൊക്കെ ഡാറ്റ പ്രൊജക്റ്റ് ആണെന്ന് ആലോചിക്കുക കേട്ടോ. ഡാഷ് ഈസ് ദ ഫസ്റ്റ് പ്രൈമറി സൊസൈറ്റി ഇൻ ഇന്ത്യ ഗോട്ട് പെർമനന്റ് മെമ്പർഷിപ്പ് ഇൻ ICA. നമ്മൾ പഠിച്ചു. പെർമനന്റ് മെമ്പർഷിപ്പ് ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ആർക്കായിരുന്നു? ഫസ്റ്റ് പ്രൈമറി സൊസൈറ്റി ആണത്. ULCCS ആണ്. എന്താ ULCCS എന്ന് പറഞ്ഞാൽ? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ വരുന്നത്? കോഴിക്കോടാണ്, വടകരയാണ് അത് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. കോഴിക്കോട് വടകര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ. ഏത് വർഷമാണ്? 2019 കേട്ടോ അത്. ഇൻ വിച്ച് ഇയർ ULCCS ഗോട്ട് മെമ്പർഷിപ്പ് ഇൻ ICA? സെയിം ക്വസ്റ്റ്യൻ. ഏത് വർഷമാണ് മെമ്പർഷിപ്പ് കിട്ടിയെന്നാണ് ചോദിക്കുന്നത്? 2019 കേട്ടോ. ഇനി ദ പ്രസന്റ് ICA ഡയറക്ടർ ബോർഡ് മെമ്പർ ഫ്രം ഇന്ത്യയിൽ നിന്നുള്ള ഇപ്പോഴത്തെ ഡയറക്ടർ ബോർഡ് മെമ്പർ ആരാന്നാണ് ചോദിക്കുന്നത്? ആദിത്യ യാദവ് ആണ് കേട്ടോ. ആദിത്യ യാദവ്. യങ്ങസ്റ്റ് പേഴ്സൺ ടു വിൻ സീറ്റ് ഓൺ എ ICA ബോർഡ് ഇൻ 2017. 2017 യങ്ങസ്റ്റ് പേഴ്സൺ ആരാണ് സീറ്റ് വിൻ ചെയ്തത്? നമ്മുടെ ആദിത്യ യാദവ് ആണ്. കറണ്ട് ICA ഡയറക്ടർ ബോർഡ് മെമ്പറും കൂടിയാണ് ഇന്ത്യയിൽ നിന്നുള്ള കേട്ടോ. ICA got consultative status with the United Nations on consultative status. ICAക്ക് കിട്ടിയത് യുണൈറ്റഡ് നാഷൻസിന്റെ കയ്യിൽ നിന്ന് ഏത് വർഷമാണെന്നാണ് ചോദിക്കുന്നത്? 1946 1946 മാർക്കണ്ട. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ഈ ഡൈജസ്റ്റ് ഏതായിരുന്നു? കോപ്പറേറ്റീവ് ഇൻസൈഡർ ആണ്. ഫസ്റ്റ് ബിഗ്ഗസ്റ്റ് ഡാറ്റ പ്രൊജക്ട് എന്നറിയപ്പെടുന്ന വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ ആണ്. പെർമനന്റ് മെമ്പർഷിപ്പ് ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റ് പ്രൈമറി സൊസൈറ്റിക്ക് കിട്ടിയത് ഏതിനാണ്? ULCCSനാണ്. ഏത് വർഷം? 2019. ആദിത്യ യാദവ് കറണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ICA ബോർഡ് ഡയറക്ടർ മെമ്പർ ആണ് അല്ലെ. 1946 കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് കിട്ടുന്നത് ICA കേട്ടോ. 47 ഇൻഡിപെൻഡന്റ് ആയി. 46 പ്രസന്റ് പ്രസിഡന്റ് ഓഫ് ICAന്റെ പ്രസന്റ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ആരാണ്? ഏരിയൽ ഗുവാർക്കോ ആണ്. ഏരിയൽ ഗുവാർക്കോ ഏത് രാജ്യക്കാരനാണ്? അർജന്റീനക്കാരനാണ് കേട്ടോ. ഇനി ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ICWS റിലേറ്റ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ആയതുകൊണ്ട് ICA ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ. ഇനി
ഒഫീഷ്യൽ ലാംഗ്വേജസ് ഓഫ് ICA ഇൻക്ലൂഡ്സ് 5 നാഷൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഏതൊക്കെയായിരുന്നു അത്? UK, USA, USSR, ജർമ്മനി, ഇന്ത്യ. അപ്പോൾ അവിടത്തേക്ക് ലാംഗ്വേജ് വരും. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, റഷ്യൻ, സ്പാനിഷ് ഒക്കെ വരും കേട്ടോ. ഇനി CMAS ഈസ് എ പ്രോഗ്രാം ഓഫ് ICA. നമ്മൾ പഠിച്ചു. CMAS എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ആൻഡ് അഡ്വൈസറി സർവീസ് അല്ല, അപ്പം എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആട്ടോ ഇത്. ഇനി ഇൻഡോടെക് ഈസ് ആൻ ഓർഗനൈസേഷൻ റിലേറ്റഡ് ടു. ഇൻഡോടെക് എന്ന് പറയുന്നത് ICA ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്. ഇൻഡോടെക് ഈസ് ആൻ ഓർഗനൈസേഷൻ റിലേറ്റഡ് ടു ICA. ICA കൺഫേംസ് ഇറ്റ്സ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ഇൻ ദ ഇയർ. ഏത് വർഷമാണ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി കൺഫേം ചെയ്തത് ICA? 1896 1896 പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി കൺഫേം ചെയ്തത്. ഇനി ഫസ്റ്റ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഈസ് സെലിബ്രേറ്റഡ്. ഏത് വർഷമാണ് ഫസ്റ്റ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. 1923 23. ഇനി the ICA launched its 2020-2030 strategic plan named 2020-2030 കാലഘട്ടത്തിൽ പ്ലാൻ ചെയ്ത ആ സ്ട്രാറ്റജീൻ്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. എ പീപ്പിൾ സെൻറ്റേർഡ് പാത്ത് ടു എ സെക്കൻഡ് കോപ്പറേറ്റീവ് ഡിക്കേഡ്. എ പീപ്പിൾ സെൻറ്റേർഡ് പാത്ത് ടു എ സെക്കൻഡ് കോപ്പറേറ്റീവ് ഡിക്കേഡ് എന്നുള്ളതാണ് 2020-30 കാലഘട്ടത്തിലെ അവരുടെ ICA ലോഞ്ച് ചെയ്ത പ്ലാൻ. ഇനി ദ ICA കോർഡിനേറ്റ്സ് സെലിബ്രേഷൻസ് ഓഫ് ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ്. ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് സെലിബ്രേറ്റ് ചെയ്യുന്ന ICA കോർഡിനേറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ ഈച്ച് ഇയർ. ജൂലൈയിലാണ് എല്ലാ വർഷവും ഫസ്റ്റ് സാറ്റർഡേ അല്ലേ, ജൂലൈയിലെ ഫസ്റ്റ് സാറ്റർഡേ. യുണൈറ്റഡ് നാഷൻസ് ഡിക്ലെയർഡ് ആസ് ദ ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേഷൻ. ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേഷൻ ആയിട്ട് യുണൈറ്റഡ് നാഷൻസ് ഡിക്ലെയർ ചെയ്തത് ഏത് വർഷമാണ്? 2012 ആണ് കേട്ടോ, 2012. In United Nations General Assembly officially proclaimed the International Day of Cooperatives. International Day of Cooperatives യുണൈറ്റഡ് നാഷൻസ് ജനറൽ അസംബ്ലിയിൽ പറഞ്ഞത് ഏത് ഇതിലാണെന്നാണ് ചോദിക്കുന്നത്. കോപ്സ് ഡേ 1995 കേട്ടോ. ഇൻ യുണൈറ്റഡ് നാഷൻസ് ജനറൽ അസംബ്ലി ഒഫീഷ്യലി പ്രൊക്ലെയിംഡ് ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ്. ഇനി അടുത്തത് കോപ്പറേറ്റീവ് ഡേ തീം ഡിസൈഡഡ് ബൈ. ഈ കോപ്പറേറ്റീവ് ഡേന്റെ തീം, ഓരോ വർഷത്തെയും തീം ഡിസൈഡ് ചെയ്യുന്ന ആരാന്നാണ് ചോദിക്കുന്നത്. കോപ്പാക് ആണിത്. കോപ്പാക് നമ്മൾ പഠിച്ചത്. കമ്മിറ്റി ഫോർ ദ പ്രൊമോഷൻ ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ്സ്. കമ്മിറ്റി ഫോർ ദ പ്രൊമോഷൻ ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ്സ്. ഇനി ദ തീം ഫോർ ദ 102 ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഈസ്. 102ാമത്തെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേയിന്റെ തീം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. കോപ്പറേറ്റീവ്സ് ബിൽഡിംഗ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ. 2024 102ാമത്തെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ. അതിന്റെ തീം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ബിൽഡിംഗ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ. ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ എന്നുള്ളതാണ് 2024 16th ജൂലൈ 2024 തീം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ തീം ഫോർ 2024 കോപ്പറേറ്റീവ് വീക്ക്? 2024ന്റെ കോപ്പറേറ്റീവ് വീക്കിന്റെ തീം എന്താണെന്നാണ് ചോദിക്കുന്നത്. റോൾ ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ബിൽഡിംഗ് വികസിത് ഭാരത്. വികസിത് ഭാരത് എന്നുള്ളതാണ് 2024 തീം കേട്ടോ. റോൾ ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ബിൽഡിംഗ് വികസിത് ഭാരത്. കോപ്പാക് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ICA ഇൻ ദ ഇയർ. കോപ്പാക് ഏത് വർഷമാണ് വന്നത്? 1971 അല്ലേ, 1971 മറക്കരുത് കേട്ടോ. ഇനി കിക്കോപ്പ. കിക്കോപ്പ നമ്മൾ പഠിച്ചു. സെക്ടറൽ ഓർഗനൈസേഷൻസ് ആണ്. 8 സെക്ടറൽ ഓർഗനൈസേഷൻസ് ഉണ്ടെന്ന് പഠിച്ചല്ലേ. അപ്പം അതിൽ ICAയിലേക്ക് കിക്കോപ്പയിൽ നിന്ന് മീൻസ് സെക്ടറൽ ഓർഗനൈസേഷനിൽ നിന്ന് 4 റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഒന്നാണ് കിക്കോപ്പ എന്ന് പറയുന്നത്. കിക്കോപ്പ സ്റ്റാർട്ട് ചെയ്ത വർഷമാണ് ചോദിച്ചത്. 1947 കേട്ടോ, 1947. ഇനി വിച്ച് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് കോപ്പറേറ്റീവ് ഇൻഡെക്സ്?
ലാർജസ്റ്റ് കോപ്പറേറ്റീവ് ഇൻഡെക്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ICA ഗ്ലോബൽ 300. ICA ഗ്ലോബൽ 300 എന്നുള്ളതാണ് ലാർജസ്റ്റ് കോപ്പറേറ്റീവ് ഇൻഡെക്സ്. ഗ്ലോബൽ കോപ്പറേറ്റീവ് മാർക്ക് കോപ്പ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ. കോപ്പ് ഇതൊരു മാർക്കാണ് കേട്ടോ. ഒരു കോപ്പ് എന്ന് പറയുന്ന ഒരു വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഏത് വർഷമാണെന്നാണ് ചോദിക്കുന്നത്. 2013 വന്നത് കേട്ടോ. Appointment and removal of Director General of ICA is done by. ICAന്റെ ഡയറക്ടർ ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്ന റിമൂവ് ചെയ്യുന്നത് ആരാന്നാണ് ചോദിക്കുന്നത്. ജനറൽ അസംബ്ലിയിൽ വെച്ചിട്ടാണ് ഇത് റിമൂവ് ചെയ്യുക കേട്ടോ, അല്ലെ അപ്പോയിന്റ് ചെയ്യുക. ICA ഹാവ് ഡാഷ് റീജിയണൽ ഓഫീസേഴ്സ്. ICAക്ക് 4 റീജിയണൽ ഓഫീസേഴ്സ് ഉണ്ട്. ഇനി ICA ഗ്ലോബൽ കോൺഫറൻസ് ഹാപ്പൻ എവരി 2 years. 2 വർഷം കൂടുമ്പോഴാണ് ഗ്ലോബൽ കോൺഫറൻസുകൾ നടക്കുക. ഇനി ICA റോപ്പിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ICA റോപ്പ് ന്യൂഡൽഹിയിലാണ് ICA റോപ്പിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ICA ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് ഡയറക്ടർ ജനറൽ. ഡയറക്ടർ ജനറൽ ആയിട്ടാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ICAന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ ഡയറക്ടർ ജനറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇനി ബോണോ ഹൗസ് കൺസ്ട്രക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്. ആരുടെ ഇതോടുകൂടിയാണ് ബോണോ ഹൗസ് വന്നത്? സ്വീഡനിലാണല്ലോ വന്നത് ബോണോ ഹൗസ്. റിലേറ്റഡ് ടു ICA. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. താങ്ക് യു. എല്ലാവരും ക്ലാസ് കാണുക, ICAന്റെ നേരത്തെ ക്ലാസ് കാണുക, എന്നിട്ട് ഈ ക്ലാസ് കാണുക കേട്ടോ. ഇതിൽ കുറച്ചും കൂടെ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പൊ താങ്ക് യു. എല്ലാവരും നല്ലോണം പഠിക്കാം.